ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയതായി കൊണ്ടുവന്നിട്ടുള്ള ഫിഷിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ്. എന്തായാലും നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള ഫിഷ് എന്ന് പറയുന്നത് 2 പെയർ കാർപ്പ് ഫിഷുകളെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്തായാലും ഇവന്മാരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ്. പെയറിന് ഏകദേശം 40 രൂപയാണ് ഇവരുടെ റേറ്റ് എന്ന് പറയുന്നത്. അക്വേറിയം ഷോപ്പിലാണെങ്കിൽ പെയറിന് ഏകദേശം 80 രൂപ വില വരുന്ന വലിയ സൈസിലുള്ള കാർപ്പ് ഫിഷുകളായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അവയിൽ നിന്നും തീരെ ചെറിയ സൈസിലുള്ള കോയിക്കാർപ്പ് ഫിഷുകളെ നോക്കിയാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗോൾഡ് ഫിഷുകളെ പോലെ ഉരുണ്ട ശരീരമല്ല ഇവർക്ക് വന്നിട്ടുള്ളത്. കുറച്ച് മെലിഞ്ഞ് നല്ല നീളമുള്ള ശരീരമാണ് ഇവർക്കുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് അടിക്കുന്ന ഫിഷുകൾ കൂടിയാണ് കോയിക്കാർപ്പ് ഫിഷുകൾ എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ഇനി ഇവരെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായി പോകുന്നത്. കോയി എന്നാൽ അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്ന കരിമീൻ എന്നാണ് അർത്ഥം. ഇവ കാർപ്പ് ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ്. ഇവയെ പ്രധാനമായും ജപ്പാനിലാണ് കണ്ടുവരുന്നത്. പല നിറങ്ങളിലും രൂപത്തിലുമുള്ള കോയി മത്സ്യങ്ങളുണ്ട്. ഇവയെ കുളങ്ങളിലും അക്വേറിയങ്ങളിലും വളർത്തുന്നു. കോയി എന്നത് ജപ്പാനീസ് വാക്കാണ്. ഇതിനർത്ഥം കരിമീൻ എന്നാണ്. പക്ഷേ അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്ന കരിമീനെയാണ് കോയി എന്ന് വിളിക്കുന്നത്. ഇവയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ജപ്പാനിലാണ്. ജപ്പാനിലെ നിഗറ്റ പ്രവിശ്യയിലാണ് കോയി മത്സ്യങ്ങളെ ആദ്യമായി വളർത്താൻ തുടങ്ങിയത്. ഇനി ഇവയുടെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയാനായി പോകുന്നത്. കോയി മത്സ്യങ്ങൾക്ക് നിരവധി നിറങ്ങളും പാറ്റേണുകളുമുണ്ട്. വെള്ള, കറുപ്പ്, ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, നീല, തവിട്ട് തുടങ്ങിയ നിറങ്ങളിൽ ഇവയെ കാണാനായി സാധിക്കും. കോയി മത്സ്യങ്ങളെ കുളങ്ങളിലും അക്വേറിയങ്ങളിലും വളർത്താം. ഇവയ്ക്ക് നല്ല വലിപ്പം വയ്ക്കും. ചിലത് 50 വർഷം വരെ ജീവിക്കും. ഇനി ഇവയിലെ ചില പ്രധാന ഇനങ്ങളെക്കുറിച്ചാണ് പറയാനായി പോകുന്നത്. അതിൽ ഒന്നാമത്തത് കൊഹാക്കു ആണ്. വെളുത്ത ശരീരത്തിൽ ചുവന്ന അടയാളത്തോടു കൂടിയവയാണ് കൊഹാക്കു. രണ്ടാമത്തത് തൈഷോ സൺഷോക്കു ആണ്. വെള്ളയിൽ ചുവപ്പും കറുപ്പും നിറങ്ങളോട് കൂടിയവ. മൂന്നാമത്തത് ഷോവ സൺഷോക്കു ആണ്. കറുപ്പിൽ ചുവപ്പും വെള്ളയും നിറങ്ങളോട് കൂടിയവ. നാലാമത്തത് അസാഗി. പലപ്പോഴും വയറ്റിലും ചിറകിലും ചുവന്ന അടയാളങ്ങളുള്ള നീല അധിഷ്ഠിത കോയി. അഞ്ചാമത്തത് ഉൽസുരി മോനോ അല്ലെങ്കിൽ ഷിറോ ഉൽസുരി. കറുപ്പും വെള്ളയും അല്ലെങ്കിൽ കറുപ്പും ചുവപ്പും എന്നിവയുൾപ്പെടുന്ന ഒരു സംഘം. ആറാമത്തത് ബെക്കോ. വെള്ള, ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ അടിഭാഗവും കറുപ്പ് അടയാളവുമുള്ള കോയി. ഏഴാമത്തത് ജിൻറിൻ. തിളങ്ങുന്ന സ്കെയിൽ രൂപത്തിലുള്ള കോയി. ഇവയെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. കൂടാതെ മറ്റ് നിരവധി അംഗീകൃത ഇനം കോയിക്കാർപ്പ് ുമുണ്ട്. ഓരോന്നിനും അതുല്യമായ വർണ്ണ കോമ്പിനേഷനുകളുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഇനത്തിന്റെ അനൗപചാരിക നാമമാണ് കോയി. ഇവയെ പലപ്പോഴും ജപ്പാനീസ് കോയി അല്ലെങ്കിൽ അവരുടെ ജപ്പാനീസ് നാമമായ നിഷിക്കി ഗോയി എന്ന് വിളിക്കുന്നു. ജപ്പാനീസ് ഭാഷയിൽ കോയി മത്സ്യത്തിന്റെ അർത്ഥം ബ്രോക്കേഡ് കരിമീൻ എന്നാണ്. ഇനി നമ്മൾ നമ്മുടെ കോയി മത്സ്യത്തിന്റെ വിശേഷങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു വിസിറ്റർ വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു അതിഥി നമുക്കിടയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമ്മളുടെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലാണ് നമുക്കിടയിലേക്ക് വന്നിട്ടുള്ളത്. നമുക്കിടയിലേക്ക് അപൂർവമായി മാത്രം കടന്നു വന്നിട്ടുള്ള ഒരു അതിഥി ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാടിറങ്ങി വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അതിഥികൾ നമുക്കിടയിലേക്ക് വരാറുള്ളത്. കണ്ടിട്ട് പിന്നിൽ പീലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു പെൺമയിലാകാനാണ് സാധ്യത. പ്രത്യേകിച്ച് പേടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ടും നമ്മളെ ഒന്ന് മൈൻഡ് കൂടി ചെയ്തിട്ടില്ല. കുറച്ചു നേരം അവിടെ ഇരുന്ന് തൂവലുകളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മറ്റൊരിടത്തേക്ക് സ്ഥാനം മാറുകയായി. കൂട്ടരിൽ നിന്നും വേർപിരിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് സന്ദർശകരായി എത്തുന്ന ഇവരെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനായി സാധിക്കും. അതേപോലെ തന്നെ പുരാണ കഥകളിലെ സുബ്രഹ്മണ്യന്റെ വാഹനം കൂടിയാണ് മയിൽ. പെൺമയിൽ ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഇവരെ പീഹൻ എന്നാണ് വിളിക്കുന്നത്. എന്തായാലും നമ്മളിനി നമ്മുടെ മയിലിനെ പറ്റി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്കിനി നേരെ നമ്മുടെ കോയിക്കാർപ്പ് ഫിഷുകളിലേക്ക് പോകാം. ജപ്പാനീസ് സംസ്കാരത്തിൽ കോയി മത്സ്യം പലപ്പോഴും സൂക്ഷിക്കപ്പെടുന്ന ഒരു മത്സ്യമാണ്. കാരണം അവ സമൃദ്ധി, ഭാഗ്യം എന്നിവയുടെ പ്രതീകമാണ്. കോയിക്കാർപ്പ് മത്സ്യത്തിന്റെ ജലത്തിന്റെ താപനില എന്ന് പറയുന്നത് 18 ഡിഗ്രി സെൽഷ്യസ് മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതേപോലെ തന്നെ കോയിക്കാർപ്പിന് അനുയോജ്യമായ pH ലെവൽ പൊതുവെ 6.5നും 8.5നും ഇടയിലാണ്. ഇനി ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചറിയാൻ ചിറകിന്റെ ആകൃതി, ശരീരത്തിന്റെ വലിപ്പം എന്നിവ നിരീക്ഷിക്കുക. ആൺകോയികൾക്ക് സാധാരണയായി ചെറുതും കൂർത്ത പെക്ടൽ ഫിന്നുകളും കൂടുതൽ മെലിഞ്ഞ ശരീരവുമാണ്. വളരെ പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കുന്ന ഒരു ഫിഷല്ല കോയിക്കാർപ്പ് ഫിഷുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റുന്ന ഒരു മത്സ്യമാണ് കോയിക്കാർപ്പുകൾ. കോയിയിൽ പല വെറൈറ്റി ഫിഷുകളും ഇന്ന് മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. ഫാൻ
ടെയിൽ, ബട്ടർഫ്ലൈ ടെയിൽ, വെയിൽഡ് ടെയിൽ എന്നിങ്ങനെ പല വെറൈറ്റികളും ഇന്ന് ലഭ്യമാണ്. കോയി ഫിഷ് ഏത് തരത്തിലുള്ള ഫുഡും കഴിക്കും. ഫ്രോസൺ ഫുഡ്, പല്ലറ്റ്, ഫ്ലേക്ക് എന്നിവയ്ക്ക് പുറമെ വേമുകൾ, ലാർവകൾ, ടാഡ്പോളുകൾ, ചെമ്മീൻ, കക്കകൾ എന്നിങ്ങനെ പലതരത്തിലുള്ള ഫുഡുകൾ കഴിക്കുന്നു. ഇവയെ വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവയുടെ വാട്ടർ ഫിൽട്രേഷൻ ആണ്. ഗോൾഡ് ഫിഷുകളെ ഒക്കെ പോലെ തന്നെ നന്നായി വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മത്സ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു പവർഫുൾ വാട്ടർ ഫിൽട്രേഷൻ തന്നെ ഉപയോഗിക്കാനായി ശ്രമിക്കുക. ലൈവ് പ്ലാന്റുകളുള്ള ടാങ്കുകളിൽ ഇവയെ വളർത്താനായി സാധിക്കില്ല. കാരണം ഇവ പ്ലാന്റുകളെല്ലാം ഇളക്കി വിടുകയും പ്ലാന്റുകൾ ഭക്ഷിക്കാനുള്ള സാധ്യതയും ഉണ്ട്. പൊതുവായി പല അക്വേറിയം ഷോപ്പുകളിലും കണ്ടുവരുന്ന ഒരു മത്സ്യമാണ് കാർപ്പ് മത്സ്യങ്ങൾ. കാർപ്പ് മത്സ്യങ്ങൾ എപ്പോഴും മത്സ്യ കർഷകർക്കും മത്സ്യങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മത്സ്യമാണ്. 20 വർഷം മുതൽ 25 വർഷം വരെയാണ് ഇവരുടെ ഒരു ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. 3 അടി നീളത്തിൽ വരെ ഒരു കോയിക്കാർപ്പ് മത്സ്യം വളരും. ഇത്തരത്തിൽ വലിപ്പം കൈവരിക്കണമെങ്കിൽ അവയെ വലിയ കുളങ്ങളിൽ തന്നെ വളർത്തുക. ഇനി കോയിക്കാർപ്പ് മത്സ്യങ്ങളുടെ കൂടെ ഏതൊക്കെ മത്സ്യങ്ങളെ ഇടാമെന്നാണ് പറയാനായി പോകുന്നത്. ഒട്ടുമിക്ക എല്ലാ ഫിഷുകളെയും കോയിക്കാർപ്പ് മത്സ്യങ്ങളുടെ കൂടെ ഇടാനായി സാധിക്കും. പ്രധാനമായും ഗോൾഡ് ഫിഷുകളെയാണ് കോയിക്കാർപ്പ് മത്സ്യങ്ങളുടെ കൂടെ ഇടുന്നത്. മറ്റ് അക്വേറിയ മത്സ്യങ്ങളെ അപേക്ഷിച്ച് കോയിക്കാർപ്പ് മത്സ്യങ്ങൾ മനുഷ്യനോട് ഇണക്കമുള്ള മത്സ്യങ്ങളാണ്. ഏകദേശം 1 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഇവയെ ബ്രീഡിങ്ങിനായി ഉപയോഗിക്കാം. 2 മെയിൽ ഫിഷിന് ഒരു ഫീമെയിൽ ഫിഷ് എന്നതാണ് ഇതിന്റെ കണക്ക്. അതുപോലെ തന്നെ ഇവ മുട്ടയിടുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു മത്സ്യമാണ്. ജലത്തിന്റെ ഗുണനിലവാരം, പോഷകാഹാരം, പ്രതിരോധ ആരോഗ്യ സംരക്ഷണം എന്നിവ കോയിക്കാർപ്പിന്റെ ആയുസ് മെച്ചപ്പെടുത്താൻ സഹായിക്കും. ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയ ഫിഷും കോയിക്കാർപ്പാണ്. അതിന് പ്രധാന കാരണം അതിന്റെ ലൈഫ് സ്പാൻ ആണ്. ഏകദേശം 50 വർഷം വരെ ജീവിക്കുന്നു. അതേപോലെ തന്നെ ബ്രീഡിങ്ങിനായി നല്ല ക്വാളിറ്റി ഉള്ളതും കളർഫുൾ ആയതുമായിട്ടുള്ള ഫിഷിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ ലഭിക്കാനായി സഹായിക്കും. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ കോയിക്കാർപ്പ് ഫിഷുകളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ കോയിക്കാർപ്പ് ഫിഷുകളെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ കോയിക്കാർപ്പ് ഫിഷുകളെ അക്വേറിയം ഷോപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സൈസിനനുസരിച്ച് വിലയ്ക്കും വ്യത്യാസങ്ങൾ വരും. എന്തായാലും നമ്മൾ നമ്മുടെ കോയിക്കാർപ്പ് ഫിഷുകളെ എല്ലാം അതിന്റെ ടബിലേക്ക് തന്നെ തിരിച്ച് റിലീസ് ചെയ്യാനായി പോവുകയാണ്. അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഫിഷുകളെയൊക്കെ ചെറിയ ടബിനകത്തോ ചെറിയ അക്വേറിയങ്ങളിലോ ഒക്കെ വളർത്തുന്നവരാണെങ്കിൽ മാസത്തിലോ ആഴ്ചയിലോ ഒരിക്കൽ വാട്ടർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള വളരെ വലിപ്പം വെക്കുന്ന മത്സ്യങ്ങളെ വലിയ ടാങ്കുകളിലോ കുളങ്ങളിലോ വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും പുതിയൊരു ഫിഷിന്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.